ഹലോ എവരി വൺ, വെൽക്കം ടു CC Plus. ഞാൻ ആതിര. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് മിഡ് ടേം എക്സാംസ് ഒക്കെ അല്ലേ, അതടുത്തു. ക്രിസ്മസിന് മുന്നേ എക്സാം കഴിയുന്നവരുണ്ട്, ക്രിസ്മസ് വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടേത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയ്ത്ത് CBSE സ്റ്റുഡൻസിനുള്ള മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് മിഡ് ടേമിലെ മാത്തമാറ്റിക്സിന്റെ പോർഷൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെഷൻസ് അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം മെഷേഴ്സ് 12 centimeter and 20 centimeter. Calculate its area if the distance between the parallel lines is 15 centimeter. അല്ലെ, മെൻട്രേറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് ഷേപ്പുകളുണ്ട് അല്ലെ, ആ ഷേപ്പുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അപ്പൊ ട്രപ്പീസിയം ആണ് ഷേപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ട്രപ്പീസിയം? അതിന്റെ ഒരു പെയർ സൈഡ്സ് പാരലൽ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ഷേപ്പാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇവരിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പാരലൽ സൈഡ്സിന്റെ മെഷർമെന്റ് 12ഉം 20ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ calculate its area if the distance between the parallel lines is 15. അത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കുക? ഏരിയ, അതുപോലെ എല്ലാ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹാഫ് ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു നമുക്ക് h എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ പറയാ, ഈ എയും ബിയും എന്താണ്? പാരലൽ ആയിട്ടുള്ള സൈഡുകളുടെ ആ ഒരു വാല്യൂ മെഷർമെന്റ് ആണ് എയും ബിയും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് h എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു 12 പ്ലസ് 20 ദെൻ ഇൻറ്റു 15 എന്ന് വരും. സോ 12 പ്ലസ് 20 എന്താണ്? 32 ആണ്. സോ ഹാഫ് ഇൻറ്റു 32 ഇൻറ്റു 15 എന്ന് വരും. സോ നമുക്കിവിടെ കട്ട് ചെയ്യാം, 16 എന്ന് വരും. സോ 16 ഇൻറ്റു 15 എന്നാണ് വരുന്നത്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 240 എന്ന് കിട്ടും. സോ അതിന്റെ ഏരിയ ആണ് ക്വസ്റ്റ്യൻ, സെന്റിമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 240 സെന്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേതാ ചാപ്റ്റർ? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. പെർസെൻറ്റേജ്, ലോസ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ഗെയിൻ, ഇങ്ങനെയുള്ള എന്ത് വന്നാലും അതേതാണ് ചാപ്റ്റർ? കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കോസ്റ്റ് ഓഫ് എ ടോയ് കാർ ഈസ് ₹140 ഇഫ് ദ ഷോപ്പ് കീപ്പർ സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 10%. അപ്പോൾ ഷോപ്പ് കീപ്പർ ഒരു 10% ലോസിനാണ് അത് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ലോസ്, പ്രോഫിറ്റ്, ഇതെല്ലാം നമ്മൾ ആ ഷോപ്പ് കീപ്പറുടെ മൈൻഡിൽ കൂടെ വേണം കാണാൻ വേണ്ടിയിട്ട്. ഷോപ്പ് കീപ്പർ ഒരു ഐറ്റം അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കും ആ മുടക്കുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ദ കോസ്റ്റ് ഓഫ് എ ടോയ് കാർ ഈസ് ₹140. സോ കോസ്റ്റ് പ്രൈസ് ഈസ് 140. ഇനി ഷോപ്പ് കീപ്പർ സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 10%. സോ ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 10% ആണ്. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തരുന്നത്, നമുക്ക് ആ ഷോപ്പ് കീപ്പർ വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കാണോ തന്നത്, അതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പം നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസിൽ നിന്നും ഈ ലോസ് എത്രയാണോ ആ ലോസ് സബ്ട്രാക്ട് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ലോസ് കണ്ടുപിടിക്കണം. ഈ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? ലോസ് പെർസെൻറ്റേജ് അറിയാം. കോസ്റ്റ് പ്രൈസിന്റെ 10% ആണ് ലോസ് അപ്പോൾ ലോസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 140യുടെ 10%, സോ 10/100 ചെയ്യുക. സോ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. അപ്പോൾ ലോസ് വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് എന്നാണ്. സോ കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 140 മൈനസ് 14 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 126 എന്ന് വരും. 126 ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്. അതായത് 140 രൂപയ്ക്ക് ആ ഷോപ്പ് കീപ്പർ മേടിച്ച ഐറ്റം എന്ത് ചെയ്തു? അയാള് ഒരു 10% ലോസിന്, അത് 14 രൂപ കുറച്ച് നമുക്ക് 126 രൂപയ്ക്കാണ് അവരത് വിറ്റത്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. If 72% of 25 students like maths, നമ്മൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ലൈക്ക് മാത്തമാറ്റിക്സ്. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ട്, 72% ഓഫ് ദ 25 സ്റ്റുഡൻസ്. അപ്പം ടോട്ടൽ 100 ആണ് അല്ലെ. അപ്പൊ എപ്പോഴും 100% ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അതാണ് ഈ മൊത്തം വരുന്ന 25 സ്റ്റുഡൻസ്. അതിൽ 72% 72% സ്റ്റുഡൻസിന് മാത്തമാറ്റിക്സ് ഇഷ്ടമാണ്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ലൈക്ക് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഇഷ്ടമല്ലാത്തവരുടെ നമ്പർ കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് രീതി കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഈ 72% എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ 25ന്റെ എത്രയാണ് 72%? അപ്പൊ ഒരു നമ്പർ കിട്ടൂലോ. ഇനി എന്ത് ചെയ്യണം? അവര് മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളവരാണ്. അപ്പം ഇഷ്ടമല്ലാത്തവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോട്ടലുള്ള 25ൽ നിന്ന് ആ ഇഷ്ടമുള്ളവരെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. സോ നമുക്ക് ഇഷ്ടമല്ലാത്തവരെ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ചെയ്യാം. കാരണം 72%ന് ഈ മാത്സ് ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തവരെയല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോ പെർസെൻറ്റേജ് എന്താണ്? ഹു നോട്ട് ലൈക്ക് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇഷ്ടമല്ലാത്തവരുടെ പെർസെൻറ്റേജ് മൊത്തം 100% ആണ്. അതിൽ നിന്ന് 72ന് ഇഷ്ടമാണ്. സോ ബാക്കി എത്രയുണ്ട്? 28% സ്റ്റുഡൻസിന് മാത്തമാറ്റിക്സ് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ നമ്പർ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഉള്ള 25ന്റെ 28% എത്രയാണെന്ന് നോക്കിയാൽ മതി. 28/100 എന്ന് വരും. സോ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ 4 then 28/4 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ ഔട്ട് ഓഫ് ദാറ്റ് 25 സ്റ്റുഡൻസ് the number of students who do not like mathematics എന്ന് പറയുന്നത് എത്രയാണ്? 7 സ്റ്റുഡൻസ് ആണ്. സോ our answer is 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഏതാണ്? ഈ ഒരു ചാപ്റ്റർ 3⁻⁻5 into 10⁻, അത് raised to എന്ന് പവർ മേലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണിത്. സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദ ആൻസർ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻസ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം, അതിനുശേഷം അതിന്റെ ആൻസർ പോസിറ്റീവ് എക്സ്പോണന്റ്, നെഗറ്റീവ് നമ്പർ raised to- എന്നുള്ള ഫോമിൽ വരാതെ പോസിറ്റീവ് എക്സ്പോണന്റ് ആയിട്ട് ആൻസർ എഴുതണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട് എക്സ്പോണൻസിന്റെ. a⁻m into a⁻n, a⁻m/a⁻n, ഇങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ പ്രൈമിൽ അല്ലാതെ ഏതെങ്കിലും നമ്പർ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3⁻⁻5 ഓക്കെ പ്രൈമിലാണ്. അപ്പോ 3⁻⁻5 എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 3⁻⁻5. ദെൻ ഇനി ഇൻറ്റു അടുത്ത 10⁻⁻5. 10 പ്രൈം അല്ല, 10നെ പ്രൈം ആക്കുമ്പോൾ 2 into 5 എന്ന് വരും, raised to-5. Then into 125 പ്രൈം ആക്കുമ്പോൾ അത് 5⁻3. 5 ക്യൂബ് ആണ് 125. Then into t⁻4. Then divided by താഴെ പ്രൈമിലാണ് 5⁻⁻7 into t⁻2. സോ നമ്മൾ ഇനി യൂസ് ചെയ്യുവാണ്. സോ 3⁻⁻5 ഫസ്റ്റ് ഇട്ടേ. അടുത്തത് a into b all⁻m നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. 2⁻⁻5 into 5⁻⁻5. then into 5⁻3 into t⁻4. then divided by 5⁻7 into t⁻2. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇവിടെ 3⁻⁻5ന് പ്രത്യേകിച്ച് 3യുടെ വേറെ ഒരു പവറും ഇല്ല, അതിനെ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി 2⁻⁻5 ഉണ്ട്, 2വിനും വേറെ പവർ ഇല്ല, അതുകൊണ്ട് അതിനെയും അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി നോക്കാം 5⁻3 ഉണ്ട്, 5⁻5 ഉണ്ട്, 5⁻3 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? a⁻m into a⁻n. അപ്പൊ അത് എന്ത് വരും? a⁻m plus n എന്നുള്ള ഫോമിലാകും. then into t⁻4 divided by താഴെ വരുമ്പോൾ 5⁻7 into t⁻2. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് 3⁻5 into 2⁻5 into ഇവിടെ -5 plus 3 എന്നാണ്. അപ്പൊ 5⁻2
-2 എന്ന് വരും. then into t raised to 4 divided by then 5 raised to -7 into t raised to -2. ഇനി വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. 5 raised to -2 into 5 raised to -7. അപ്പൊ a raised to m by a raised to n എന്താണ്? a raised to m minus n. അപ്പൊ എന്ത് വരും? 5 raised to -2 minus -7 വരും. that is 5 raised to -2 plus 7 വരും. so that is 5 raised to 5 വരും. -2 plus 7 5 വരും. then into ഇനി t raised to 4 by t raised to -2. t raised to 4 minus -2. so that is t raised to 4 plus 2 t raised to 6 എന്ന് വരും. അത് അവിടെ എഴുതി. ഇനി പിന്നെ ബാലൻസ് ഉള്ള എന്താ? 3 raised to -5 into 2 raised to -5. നമുക്ക് ആൻസർ എങ്ങനെയാ വേണ്ടത്? പോസിറ്റീവില്. അപ്പൊ ഈ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ രണ്ട് ടേംസിനെ എന്താണ്? ഡിനോമിനേറ്ററിലേക്ക് എഴുതുക. അപ്പൊ അത് പോസിറ്റീവ് ആകും. സോ 5 raised to 5 into t raised to 6 divided by 3 raised to 5 into 2 raised to 5 എന്ന് വരും. ഒന്നുകിൽ നമുക്ക് അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ 5 raised to 5 into t raised to 6 divided by a raised to m into b raised to m ആണെങ്കിൽ a into b. so 3 into 2 all raised to 5. ഈ ഫോമിലും നമുക്ക് ആൻസർ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് ഏതാണ് ചാപ്റ്റർ? എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എക്സ്പോണന്റ് റൂളുകൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ്, ഫാക്ടറൈസ് ദ എക്സ്പ്രഷൻസ് ആൻഡ് ഡിവൈഡ് ദം. ഇത് ഏതാണ്? ഓൾജിബ്രാക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? LM into L raised to 4 minus M raised to 4 then divided by L into L square plus M square. ഇവിടെ നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം? L raised to 4 minus M raised to 4. A square minus B square ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? A plus B into A minus B എന്ന് എഴുതും അല്ലേ? അപ്പോൾ അതേ കാര്യം ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ L raised to 4 minus M raised to 4 ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? L square plus M square into L square minus M square. അതായത് നമ്മൾ A square minus B squareനെ A plus B into A minus B എഴുതുന്ന പോലെ ഫോർത്ത് പവർ ആയതുകൊണ്ട് സെക്കൻഡ് പവറിലേക്ക് ആവും. then divided by താഴെ എന്താ ഉള്ളത്? L into L square plus M square. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതിനെ ക്യാൻസൽ ചെയ്യാം. സോ L square plus M squareും L square plus M squareും ക്യാൻസൽ ആയി. ഇനി ഏതാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നത്? ഒരു L ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ബാലൻസ് എന്താ ഉള്ളത്? M into L square minus M square ഇങ്ങനെ വരും. ഇവിടെ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. അത് വീണ്ടും A square മൈനസ് B square എന്നുള്ള ഫോമാണ്. അപ്പൊ നമുക്ക് അതിനെ വീണ്ടും എങ്ങനെ എഴുതാം? A plus B into A minus B എന്ന് എഴുതാം. സോ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? M into L minus M into L plus M എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഏതായിരുന്നു ചാപ്റ്റർ? ഓൾജിബ്രാക് ഐഡന്റിറ്റീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മിഡ് ടേം എക്സാം കഴിഞ്ഞ് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് പ്രിപ്പയർ ആവാൻ വേണ്ടി CC+ നിങ്ങൾക്ക് 1-1 ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 5 മുതൽ 10 വരെയുള്ള എല്ലാ ICSE CBSE സ്റ്റുഡൻസിനും നമുക്ക് ട്യൂഷൻ എടുക്കാം. അപ്പോൾ 1-1 ട്യൂഷൻ ആയിരിക്കും. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ടൈം അനുസരിച്ചായിരിക്കും ട്യൂഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. സോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്